ഇപ്പം നമ്മൾ പത്മം ഇട്ട് പത്മത്തിലാണ് നമ്മൾ പൂജ കഴിക്കുന്നത്. പത്മത്തിനും പൂജ കഴിക്കും, ഹോമോടൊപ്പം രണ്ടിലും പൂജ കഴിക്കും. പത്മം ഇടാനും നമുക്ക് പെട്ടെന്ന് എന്തായാലും ആവശ്യമില്ല. അപ്പം അടുത്തിടയ്ക്ക് വല്ല പൂജയൊക്കെ വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ എടുത്ത് വീഡിയോ ഇട്ട് തരാം. അപ്പം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പിന്നെ നമ്മളത് വലിയ ഹോമങ്ങൾക്കാണ് നമ്മൾ ഹോമാചാരം ക്ലിയറായിട്ട് ചെയ്യുന്നത്, വിസ്തരിച്ച് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് അതാത് ദേവന്റെ ദേഹശുദ്ധി, അതാത് ദേവന്റെ ശംഖപൂരം ഇത് ചെയ്യും. അതുപോലെ തന്നെ മാനസപൂജയൊക്കെ ക്ലിയറായിട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ തട്ടുകൊടുത്തിരിക്കണം. തട്ടുകൊടുക്കുകയും വേണം, നമ്മൾ ഉത്തരീയ ധരിക്കുകയും വേണം. മാനസപൂജയിൽ ഉത്തരീയ ധരിക്കുന്ന പാശം ധരിച്ചു വേണം നമ്മൾ ഹോമാചാരം ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മൾ നേരിട്ട് ദേഹശുദ്ധിയും ശംഖപൂർണവും കഴിഞ്ഞു ആത്മാരാധന കഴിഞ്ഞ് നമ്മൾ പാശവും ധരിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹോമാലയത്തിൽ കിടക്കുന്നത്. ചില സമ്പ്രദായ പ്രകാരം ഋഗ്വേദ്യമാണ്. ചില ഹോമങ്ങൾക്ക് നമ്മൾ ഗണപതി നേരി കഴിഞ്ഞിട്ട് ചേർന്ന ഹോമമുണ്ട്. ഇപ്പം അതല്ല ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരിട്ട് ഹോമാചാരം കഴിഞ്ഞിട്ടാണ് ഗണപതി നേരിട്ട് പോകാൻ പോകുന്നത്. ആ ഒരു സിസ്റ്റമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് നമുക്ക് ഹോമകുണ്ടം ഒരുക്കി അതിനകത്ത് ഇപ്പോഴത്തെ ഗുരുവിൻ്റെ വിളക്കിന് പത്മം ഇടണം, ഗണപതിയുടെ വിളക്കിന് പത്മം ഇടണം. പത്മം ഇട്ട് ചിലപ്പോൾ പത്മത്തെ വെക്കാത്ത ആൾക്കാരുമുണ്ട്. പത്മം ഫ്രണ്ടിൽ വെച്ചിട്ട് വിളക്ക് പുറകോട്ട് ഇലയെ വെക്കുന്ന ആൾക്കാരുമുണ്ട്. അതൊന്നും അതാത് ഗുരു പറഞ്ഞ രീതിയിൽ തന്നെ പോവുക. അതുകൊണ്ടൊക്കെ നമ്മൾ അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു പത്മം ഇട്ട് പത്മത്തിലാണ് പൂജിക്കുന്നത്. പത്മത്തിനും ഗണപതി ഹോമകുണ്ടത്തിന് മുമ്പാണ് പൂജ നടത്തുന്നത്. അപ്പം നമ്മൾ ആദ്യം ഹോമാചാരം ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണ്ടേ ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഹോമാചാരം ചെയ്യുമ്പോൾ നമ്മൾ കൈയൊന്ന് കഴുകി ചാണകം നമ്മൾ ഇട്ട് വെച്ചിരിക്കണം. ചാണകമൊന്നും നമ്മളൊന്ന് ഹോമകുണ്ടത്തെ ഈശാന്ന് തളിച്ച് വിടുക എന്ന് പറയും. തളിച്ച് വിഴുകി കഴിഞ്ഞാൽ നമ്മൾ നേരെ കൈ വെച്ച് കഴുകി പകർത്തിടണം. കൈ കഴുകി പകർത്തിട്ട് വീണ്ടും കൈ കഴുകി നമ്മൾ ഹോമകുണ്ട കീറുന്ന ചടങ്ങാണ്. ഹോമകുണ്ട ഋഗ്വേദീയമായിട്ട് കീറുന്ന ചടങ്ങാണ് വരുന്നത്. നിങ്ങൾക്ക് ഒരു ചെറിയ കീറാനുള്ള ഒരു ചമതി എടുത്ത് ഹോമകുണ്ട കീറുക എന്നുള്ളൊരു പരിപാടി ചെയ്യാൻ പോകുന്നു. അപ്പം നമ്മൾ ഒരു ചമതി എടുത്ത് ഞാൻ ചമതയുടെ ഫോട്ടോ ചെയ്യാൻ ചെറിയതാണ് എടുത്തിരിക്കുന്നത്. ഒരു ചമതൻ്റെ വിറക് കഷ്ണം എടുത്തിട്ട് നമ്മൾ തെക്കുന്ന് വടക്കോട്ട് കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആദ്യം തെക്കുന്ന് വടക്കോട്ട് എന്നിട്ട് ഈ രേഖയെ മുട്ടാതെ തെക്ക് വശത്തുനിന്ന് ആ രേഖ തൊട്ട് ഫ്രണ്ടിൽ വെച്ച് തെക്കുന്ന് കിഴക്കോട്ടൊരു കീറുകയുള്ളൂ. അത് കഴിഞ്ഞ് നേരെ വടക്കുന്ന് കിഴക്കോട്ടൊരു കീറുകയുള്ളൂ. എന്നിട്ട് ഈ വരയെ മുട്ടാതെ വീണ്ടും ഒരു കീറുകയുള്ളൂ. എന്നിട്ട് ഇപ്പുറത്തെ വടക്കുവശത്തെ വരയെ മുട്ടാതെ നേരെ കിഴക്കോട്ടൊരു കീറുകയുള്ളൂ. എന്നിട്ട് മധ്യഭാഗത്തൂടെ ഒരു കീറി ആ ചമത അവിടെ ഫ്രണ്ടോട്ടായിട്ട് വെക്കും. എന്നിട്ട് കൈ നനച്ച് വലതുകണ്ണില ജലം തളിച്ച് ഈ കളയെടുത്ത് നമ്മൾ ഇടത്ത് കൈ വെക്കും. ഇടത്ത് കൈ വെച്ചിട്ട് നമ്മൾ എന്ത് കളയാനാണെങ്കിലും ഇടത്ത് കൈയിലുള്ള ജലം ഒന്ന് തളിച്ച് നിർത്തി ഊണി കളയാം. എന്നിട്ട് കൈ കഴുകി വീണ്ടും ഒരു ചമത അതേ സ്ഥാനത്ത് വെക്കും, നടുക്കായിട്ട് വെക്കും.